ഇടുക്കിയിലും പത്തനംതിട്ടയിലും വീണ്ടും കാട്ടാന ആക്രമണം. മണിയാറിൽ ആനയെ കണ്ട് ഭയന്നോടിയ 2 യുവാക്കൾക്ക് പരിക്കേറ്റു. ഇടുക്കി ചിന്നക്കനാൽ 301 കോളനിയിൽ ചക്കക്കൊമ്പൻ വീട് തകർത്തു. ദേവികുളത്ത് റേഷൻ കടയും കാട്ടാന ആക്രമിച്ചു. പത്തനംതിട്ടയിൽ മണിയാറിന് സമീപം 8-ാം ബ്ലോക്കിലാണ് കാട്ടാനക്കൂട്ടം ഇറങ്ങിയത്. ബൈക്കിലെത്തിയ യുവാക്കൾക്ക് നേരെ കാട്ടാന ഓടിയെത്തുകയായിരുന്നു. ബൈക്ക് ഉപേക്ഷിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ വീണ് യുവാക്കൾക്ക് പരിക്കേറ്റു. മണിയാറൻ കട്ടച്ചിറ സ്വദേശികളായ രഞ്ജു, ഉണ്ണി എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇടുക്കി ചിന്നക്കനാൽ 301 കോളനിയിലും ദേവികുളത്തും കാട്ടാനയുടെ ആക്രമണമുണ്ടായി. 301 കോളനിയിൽ വീട് കാട്ടാന ഇടിച്ചു തകർത്തു. ചക്കക്കൊമ്പനാണ് ആക്രമണം നടത്തിയത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ആനയിറങ്കൽ ജലാശയത്തിൽ വള്ളം മറിഞ്ഞ് മുങ്ങിമരിച്ച ഗോപിനാഥന്റെ വീടിന് നേരെയാണ് കാട്ടാനയുടെ ആക്രമണമുണ്ടായത്. കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിനായി വീട്ടിലുണ്ടായിരുന്നവർ അടിമാലിക്ക് പോയിരുന്നതിനാൽ മറ്റ് അപകടങ്ങൾ ഒഴിവായി. ഒരു ദിവസം ഒരു മണിക്കൂർ പോലും മാറാൻ പറ്റാത്ത അവസ്ഥയാണ്. നമുക്ക് എന്ത് കാര്യത്തിനായാലും പുറത്തു പോയാൽ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ? അതൊക്കെ ചെയ്യാൻ പറ്റുമോ? ആരും ഇവിടെ കൊണ്ട് ആരും അന്വേഷിച്ച് വരുന്നില്ല. ഇലക്ഷൻ സമയത്ത് കറക്റ്റാ എപ്പോഴാണുണ്ടാവും. അതിൻ്റെ പുറകെ വോട്ട് ചെയ്യാനും മറ്റു കാര്യങ്ങൾ പ്രവർത്തിക്കാനൊക്കെ നമ്മൾ പോകും. പക്ഷെ നമ്മളെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല. ദേവികുളം ലോവർ ഡിവിഷനിലും കാട്ടാന ആക്രമണമുണ്ടായി. റേഷൻ കടയ്ക്ക് നേരെയാണ് ഇന്ന് രാവിലെ കാട്ടാന ആക്രമണമുണ്ടായത്. കടയുടെ മുൻവശത്തുണ്ടായിരുന്ന ജനൽ ചില്ലുകളും മറ്റും കാട്ടാന തകർത്തു. നാട്ടുകാർ ബഹളം വെച്ചാണ് കാട്ടാനയെ തുരത്തിയത്. അതേസമയം ജനവാസ മേഖലയിൽ കാട്ടാനകൾ തമ്പടിച്ചിരിക്കുന്നതിനാൽ പ്രതിരോധ മാർഗങ്ങൾ വേഗത്തിലാക്കണമെന്ന ആവശ്യവും തോട്ടം തൊഴിലാളികളടക്കം മുന്നോട്ട് വയ്ക്കുന്നു. റിപ്പോർട്ടർ, ഇടുക്കി, പത്തനംതിട്ട.